ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അല്പം ഗോതമ്പ് പൊടി കൊണ്ട് വെറും 10 മിനിറ്റുകൾക്കുള്ളിൽ അടിപൊളി ടേസ്റ്റുള്ള ഒരു പായസമാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ ഈ സൂപ്പർ പായസത്തിലേക്ക് മധുരത്തിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ശർക്കരയാണ്. ശർക്കര വെച്ച് ചെയ്യുമ്പോഴാണ് ഈ പായസത്തിന് അടിപൊളി ടേസ്റ്റ് കിട്ടുന്നത്. ശർക്കരയൊക്കെ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ഒരു വലിയ അച്ച് ശർക്കരയാണ് എടുക്കുന്നത്. ഈ ശർക്കരയിലേക്ക് നമുക്ക് 1 ഗ്ലാസ് അളവിലുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ശർക്കര മെൽറ്റായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഗോതമ്പ് പൊടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി നമുക്കൊരു ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ അളവിലുള്ള ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടി അല്ലെങ്കിൽ അരിപ്പൊടി വെച്ചും ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എങ്കിലും ഗോതമ്പ് പൊടി വെച്ച് ചെയ്യുമ്പോഴാണ് ഈ ഒരു പായസത്തിന് കൂടുതൽ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഗോതമ്പ് പൊടി തന്നെ യൂസ് ചെയ്യാം. 4 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള ഗോതമ്പ് പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഗോതമ്പ് പൊടിയിലേക്ക് 1 ഗ്ലാസ് അളവിലുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും തന്നെ കട്ടകളില്ലാതെ വേണം ഈ ഗോതമ്പ് പൊടി മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പം നമ്മുടെ ഗോതമ്പ് പൊടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ കട്ടകളില്ലാതെയാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി ഒന്ന് അരിച്ചെടുക്കണം. ശർക്കരപ്പാനി നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ സ്റ്റവിലേക്ക് പാത്രം വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ അളവിലുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കിയെടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് പാത്രം അടച്ചു വെച്ച് ഈ വെള്ളം ഒന്ന് ചൂടാക്കിയെടുക്കാം. 2 മിനിറ്റിന് ശേഷം നമ്മുടെ വെള്ളം ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പായസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു 4-5 ഏലക്കയുടെ സീഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ഈ ഗോതമ്പ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഗോതമ്പ് മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം സാവധാനം ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഫ്ലെയിം കുറച്ച് വെക്കാൻ വേണ്ടി മറക്കരുത്. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോവാനും അടിയിൽ പിടിക്കാനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ച് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അത്യാവശ്യം നല്ല കട്ടിയായിട്ട് വരണം. ഏകദേശം 2 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ ഗോതമ്പ് പൊടി ഇവിടെ ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനിയാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അത്യാവശ്യം നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആകുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. കൈയെടുക്കാതെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇപ്പം നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മുടെ ഗോതമ്പ് പൊടിയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുമുണ്ട്. ഒട്ടും തന്നെ കട്ട പിടിക്കാതെയാണ് നമ്മളിത് ഇളക്കിയിട്ട് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ അളവിലുള്ള ചുക്ക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചുക്ക് പൊടി കയ്യിലില്ലാത്തവരാണെങ്കിൽ അവർക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിലുള്ള ചെറിയ ജീരകം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 മുറി തേങ്ങ ചിരവിയതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഗീ കൂടി ചേർത്ത് കൊടുക്കാം. ഗീ ഓപ്ഷണൽ ആണ്, ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഈ ഗീയും അതുപോലെ തന്നെ തേങ്ങയും കൂടി ഈ പായസത്തിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ളൊരു പായസമാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുത്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം സെർവിങ് ഗ്ലാസ്സിലേക്ക് എടുക്കാം. വെറും 10 മിനിറ്റുകൾക്കുള്ളിൽ ഗോതമ്പ് പൊടി കൊണ്ടുള്ള നമ്മുടെ അടിപൊളി പായസം തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്തു നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണും വരെ ബൈ ബൈ.